തല്ലിയെടുത്ത എഫേർട്ട് എത്രമാത്രം ഉണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്? ഞാൻ കുറേ സിനിമകൾ എന്നുള്ള ഒരു 4 സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് അതിൽ ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ എനിക്കിതിൽ കുറേ ഇമോഷൻസ് എനിക്കിതിൽ ചെയ്യാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഇത് വായിച്ചപ്പോൾ തോന്നിയതല്ല, ഉണ്ട്. വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്. അതായത് ഇതുവരെ എന്നെ സ്ക്രീനിൽ കണ്ടത് ചിലപ്പോൾ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു കുട്ടി, തമാശ പറയുന്ന അങ്ങനത്തെ, ഇപ്പോൾ പ്രേമലൂലും സൂക്ഷ്മദർശിനിയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ക്യാരക്ടറായിരിക്കും എല്ലാവരുടെയും മൈൻഡിൽ. അപ്പോൾ അതിൽ നിന്ന് മാറി ഇതിലെനിക്ക് എല്ലാ ഇമോഷൻസും എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ പോരാത്തതിന് 3 സ്റ്റേജസ് കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും, അതായത് കല്യാണം കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടി, അത് കഴിഞ്ഞ് അമ്മയാവുന്നു, അത് കഴിഞ്ഞ് എൻ്റെ മകൻ്റെ 10 വയസ്സുള്ളപ്പോൾ ഉള്ള ഒരു പ്രായം, അങ്ങനെ 3 സ്റ്റേജസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിത് എനിക്ക് ചെയ്യാനൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിത് കുറെ ആലോചിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആസ് ആൻ ആക്ടർ എൻ്റെ ഗ്രോത്തിന് ഇത് എന്തായാലും നല്ലതായിരിക്കും എന്നുള്ള ഒരൊറ്റ തോട്ടിലാണ് ഞാനിത് ചെയ്തത്. പിന്നെ ഇതിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിത് ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റി. എങ്ങനെ പെർഫോം ചെയ്യണമെന്നും എങ്ങനെ പെർഫോം ചെയ്യാൻ പാടില്ല ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പലതും വെച്ചാൽ നമുക്ക് തന്നെ കുറേ സ്ഥലങ്ങൾ, അതായത് നമ്മൾ ഓരോന്നിങ്ങനെ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നന്ദു ഓക്കെ ഷോട്ട് ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേക്കിലൊക്കെ ചിലപ്പോൾ നന്ദു ഷോട്ട് ഓക്കെ എന്ന് പറയും. അപ്പൊ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ പറയും ഇതെന്ത്, അപ്പൊ അമിതേട്ട പറയും ചിലപ്പോൾ ഇനി ഇവരുടെ കയ്യിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും കിട്ടൂല എന്ന് പറഞ്ഞിട്ട് നന്ദു ഓക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തമാശ രീതിയിൽ അങ്ങനെയൊക്കെ പറയായിരുന്നു. എന്നാലും നന്ദുവിനെ നമ്മളിൽ നിന്ന്, അതായത് നന്ദു വിചാരിക്കുന്ന സാധനം കിട്ടിക്കഴിഞ്ഞാലേ നന്ദു ഓക്കെ പറയാറുള്ളൂ. പിന്നെ എന്താ പറയാ, ഇതില് ഞാനല്ല ഇത് സംസാരിക്കണം. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ലീല ചേച്ചിയാണ്, ലീലാമ്മയാണ് ഇത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ലീലാമ്മ എടുത്ത എത്ര എഫേർട്ടിന്റെ അത്രയൊന്നും ആരും എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്താ പറയുക, രാത്രി ഇപ്പോൾ ഒരു 10 മണിക്ക് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി ഒരു 1 മണി 2 മണി വരെയൊക്കെ പോയ ദിവസങ്ങളിൽ ഇത്രയും സമയം ആ വീട് കണ്ടാൽ അറിയാലോ, അത്രയും ആ വീടിൻ്റെ ഉള്ളിൽ മേലത്തെ മുറിയിൽ നിന്നാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ശ്വാസം പൊട്ടുന്ന ആ ഒരു മുറിയിൽ നിന്ന് ഇത്രയും ആൾക്കാർ നിന്ന് അതിൻ്റെ ഇടയിൽ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. ചൂടും അതിൽ ആ ഒരു സമയത്ത് വെറും വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ലീലാമ്മയ്ക്ക് അടിക്കും കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവുക. അതെ, അതായത് മാടൻ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് അത് കൊണ്ടുവരാനുള്ള എൻ്റെ വീട് വയനാടാണ്, നാട്ടുമ്പുറം ആണ് വീടും. അപ്പോൾ അവിടേക്ക് ഇങ്ങനത്തെ കെട്ടുകഥകൾ കുറേ ഇങ്ങനെ പറഞ്ഞു തരും. മറ്റേ മുത്തശ്ശിയും അങ്ങനെ പറഞ്ഞു തരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇതിൽ ഒരു ത്രെഡ് വന്നപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്തതാണ്. ഇപ്പം ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ത്രെഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും എടുക്കാൻ ഭയങ്കര ധൈര്യം കാണിക്കാത്ത ഒരു ഇതാണത്, ഒരു ത്രെഡാണ്. അപ്പൊ ഇതെനിക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എടുത്ത് ഞാനത് ഭരിപ്പിക്കും, ആ ഒരു കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു ജീവിതത്തിൽ? കോൺഫിഡൻസ് അത് ഇങ്ങനെ ഒരു കഥ വിശ്വസിപ്പിച്ചെടുക്കണമല്ലോ. ഇങ്ങനത്തെ കഥകൾ നമ്മൾ പറയുന്ന പോലെയല്ലോ കാണുമ്പോൾ. അപ്പൊ നമ്മളിത് ബിൽഡ് ചെയ്ത് അങ്ങനെ ഒരു കോൺഫിഡൻസിലൊക്കെ പോയെന്നേ ഉള്ളൂ. കൂടുതലായിട്ട് എന്നോട് ഇപ്പൊ ലീല ചേച്ചി പറഞ്ഞു, ആ ഒരു എക്സ്പീരിയൻസ് എന്താ പറയാ? എക്സ്പീരിയൻസ് പറയുന്നേരം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എനിക്ക് ഫീൽ ആയിട്ടില്ല അങ്ങനെ. അഭിപ്രായക്ക് അറിയാമെന്ന് തോന്നുന്നു. അല്ല, അത് നമ്മള് ലാസ്റ്റ് പാക്കപ്പ് ഡേന്റെ തൊട്ട് മുന്നേ പാക്കപ്പ് ഡേ ആയ ദിവസം, അപ്പൊ നമ്മൾ ഓൾറെഡി എല്ലാവരും ഈ ഒരു മൂഡിൽ നിൽക്കുന്നോണ്ട്, ഈ മുത്തശ്ശി മൂഡിൽ നിൽക്കുന്നോണ്ട് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ പല പല അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം പെട്ടെന്ന് മഴ പെയ്തു. അത് മെയ് മാസത്തിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ അത്രയും ആ ഒരു ചൂടിലും വെയിലിലും നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തു. മഴ എന്നൊക്കെ പറഞ്ഞ ഒരു 1.5 മഴയായിരുന്നു, ഇടിയും മിന്നലും. അപ്പൊ നമ്മളെല്ലാവരും ഇങ്ങനെ പുറത്ത് നിൽക്കുമായിരുന്നു. പുറത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ വീട്ടിലോട്ട് 3 വഴിയുണ്ട് വീട്ടിലോട്ട് വരാൻ വേണ്ടി. ഈ വീടിന്റെ 3 വഴിയിലും മരം വീണു, 3 വഴിയും ബ്ലോക്കായി. അവസാനം പിന്നെ ആർട്ട് ഡയറക്ടറിന്റെ വണ്ടീന്റെ ബാക്ക് ഗ്ലാസും പൊട്ടി, അതിന്റെ മേളിൽ ഒരു മരം വീണു. അങ്ങനെ പിന്നെ കാറ്റും മഴ, ഞാൻ സ്റ്റോറി കിട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഭയങ്കര കാറ്റും ഭയങ്കര മഴ, നമ്മളെല്ലാവരും പേടിച്ച് ഇത് എങ്ങനെ ഇതൊന്നും നിൽക്കും എന്നുള്ള ഒരു സാധനം. നമ്മൾ ഈ
നമ്മുടെ സീരീസിൽ മഴ പെയ്യുന്ന പല ഷോട്ടും അത് ഒറിജിനലാണ്. ആ കാറ്റ് പ്രകാശ് ചേട്ടൻ്റെ അത് ഒറിജിനൽ സംഭവമാണ്. ഭയങ്കര മഴ പെയ്ത സമയത്ത് ഷൂട്ട് ചെയ്തതാണ് അതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ പല എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പിന്നെ അമിതേട്ടൻ്റെ വണ്ടി എടുത്ത് അമിതേട്ടൻ മറ്റേ KCB ഒക്കെ വരുന്നതിന് മുന്നേ ഇല്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. വേഷത്തിൽ എന്തെങ്കിലുമൊക്കെ കാണും എന്നുള്ളത് മാത്രമേ കരുതിയുള്ളൂ. ഇവരെന്നെ ആദ്യം എന്നെ വിളിച്ചു, അത് കഴിഞ്ഞ് ഇവരെന്നെ കാണാൻ വന്നു. ഞാൻ തന്നെ മതിയോ, അവർക്കൊരു സംശയം മുത്തശ്ശിയുടെ റോള് ഞാൻ എടുക്കുമോ എന്ന്. ഇവരെൻ്റെ മറ്റ് ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തീരുമാനിച്ചു ഞാൻ തന്നെ ആയിരിക്കണം എന്ന്. പക്ഷെ എനിക്കും ഇത് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അഭിനയത്തിൻ്റെ കാര്യത്തിലല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിലും ശക്തമായ കഥാപാത്രങ്ങൾ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും സിനിമയിൽ നിന്ന് മാത്രമല്ല നാടകങ്ങളിലും. പക്ഷെ അവിടെ വന്ന് ഈ വേഷമൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇത്രയും മണിക്കൂറുകൾ അത് മേക്കപ്പ് ചെയ്ത് അത് പൊട്ടിപ്പോകാതെ സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ എന്നാലും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നപ്പോൾ കണ്ടവരൊക്കെ പറഞ്ഞപ്പോൾ ഒരു തൃപ്തിയാണെന്ന്, കഷ്ടപ്പെട്ടതിന് ഒരു ഫലം കിട്ടിയല്ലോ എന്നെനിക്ക് തോന്നി. അതേപോലെ ഓരോ സമയത്ത് ഓരോ ക്യാരക്ടർ വരുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ആ കഥാപാത്രം ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ബോഡി ഫിറ്റ് ചെയ്ത് ആ ഒരു പ്രോസസ്സിലൂടെ പോയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കഥാപാത്രം വരുമ്പോൾ ഇത്രയൊന്നും വേണ്ട, ഇച്ചിരി വണ്ണം വെക്കണം അല്ലെങ്കിൽ ഇതേപോലെ ആവണം എന്ന് പറയും. ഇതിലേക്ക് കഥാപാത്രം കുറച്ചൊരു സ്റ്റേജ് ചെയ്യുമ്പോൾ വേറൊരു ലുക്കിലോട്ട് ആവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് അതേപോലെ കഥാപാത്രം ട്രാൻസ്ഫോർമേഷനും? എന്നോട് ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ 3 കാലഘട്ടം ഉണ്ടെന്നുള്ളത് ക്ലിയറായി. കാര്യം ഒരു ആദ്യം പ്രായമായിട്ടുള്ളത് വീക്കായിട്ടുള്ള ഒരു സമയം, പിന്നെ അതിലോട്ട് പോകുന്ന ഒരു പിന്നെ യങ് ആയിട്ടുള്ള സമയം. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്, അതായത് പടത്തിന്റെ ഷൂട്ട് തുടങ്ങിയ സമയം പ്ലാൻ ചെയ്തിരുന്നത് ആദ്യം നമ്മൾ ഏറ്റവും അവസാനത്തെ വീക്കായിട്ടുള്ളത് തുടങ്ങുന്നു, പിന്നെ മിഡ്, പിന്നെ ചെറുപ്പത്തിലോട്ട് പോകുന്നു. പ്ലാനിങ് എല്ലാം പൊളിഞ്ഞു. പൊളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ നല്ലപോലെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇത്തിരി ഒന്ന് ആ ഒരു വ്യത്യാസക്കാരി ഷർട്ടില്ലാതൊക്കെ കുറെ സീനുണ്ട്. അപ്പൊ അതിനകത്ത് മനസ്സിലാവും ആൾക്കാർക്ക് ഇതേ ഇവൻ മറ്റേ നര മാത്രം ഇട്ട് വന്ന് നിൽക്കാനുണ്ടോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യം കഴിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ രാവിലെ ചിലപ്പോൾ 6:30 അല്ലെങ്കിൽ സമയത്ത് എത്തണം. എവരിഡേ ഒരു 5 o'clock മുമ്പ് വർക്കൗട്ട് ചെയ്യാനുള്ളത് ഭക്ഷണവും എല്ലാം കട്ട് ചെയ്ത് ഷുഗറും അങ്ങനെയുള്ളതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പൊ അത് കാണുമ്പോൾ അറിയാം തുടക്കത്തിൽ എൻ്റെ ശരീര വ്യത്യാസം തീരുന്ന സമയത്ത്. പക്ഷെ ഇതെല്ലാത്തിനും കൂടി നമുക്കാകെ 10-30 അല്ല എത്ര 45 ദിവസം ഷൂട്ടിംഗ് ഡേയ്സ് ഉള്ളൂ. ഇതിൽ വരുത്തേ വേണം. അപ്പോൾ 25 എനിക്ക് ഒരു ഷെഡ്യൂൾ ബ്രേക്ക് വന്ന ആ ഷെഡ്യൂൾ ബ്രേക്ക് കിട്ടിയത് ഒരു ഭാഗ്യം. എനിക്ക് അത്രയും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പൊ അവനാണെങ്കിൽ അവന്റെ പാടറിയാം, എങ്ങനെയെങ്കിലും ഈ പറയണ കോൺസെപ്റ്റ് ഒന്ന് എടുത്ത് മനസ്സിലാക്കാൻ ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യമില്ല. അപ്പൊ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള ഇത് ഞാൻ എൻ്റെ കാര്യം ഞാൻ നോക്കിയില്ലെങ്കിൽ എന്നെ ആൾക്കാരെ ഏറി തൂക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പരമാവധി ഭക്ഷണത്തിന്റെ രീതിയിൽ ഉറക്കം കുറച്ചിട്ടായാലും വീക്കാവാൻ്റെ രീതിയിലെല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഡബ് ചെയ്യാൻ വന്നപ്പോ അഖിൽ എന്നോട് ചോദിച്ചു ഇത്രയും കൊടുവേറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തതാണ്. താങ്ക് യു. അതായത് ഇപ്പൊ നമ്മളൊരു കഥ കേട്ടോ, കഥ ഓക്കെയാണ്, ഇത് നമുക്ക് ചെയ്യാന്നുള്ള വന്നപ്പോ അതിന്റെ നമ്മള് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത്ര ബഡ്ജറ്റായിട്ട് വരുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ആ സിനിമനെ ബാധിക്കുമെന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരു ആര് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നന്ദു ഈ ഒരു സബ്ജക്റ്റ് ആയിട്ട് സീൻ അപ്രോച്ച് ചെയ്തപ്പോൾ, ഒരു കോർപ്പറേറ്റ് കമ്പനീനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ കമ്പനി ഓൾറെഡി പ്രൂവൺ ഡയറക്ടേഴ്സിൻ്റെയും പ്രൂവൺ മേക്കേഴ്സിൻ്റെയും സബ്ജക്ട്സ് കോൺസെപ്റ്റ്സ് മന്ത്ലി വൈസസ് ഡെയിലി വൈസസ് കേൾക്കുന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഒരു പുതിയൊരു പയ്യനെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഗ്രാസ് റൂട്ട് ലെവലിൽ അതിനെ എന്തെങ്കിലും രീതിയിൽ അവർ എക്സൈറ്റ് ചെയ്യണം. ആൻഡ് ഐ തിങ്ക് ഈ സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ ഈ തോട്ട് എന്നുള്ളത് നെഗറ്റീവ് അല്ലേ എന്നാണ് ചോദ്യം. എങ്ങനെ പറയാം? അതായത് മകൻ ഇന്ന ആളാണെന്ന് മനസ്സിലായി,
അമ്മയ്ക്ക് മനസ്സിലായി. അമ്മയ്ക്ക് മനസ്സിലായി. ആ, എന്നിട്ടും അമ്മ വീണ്ടും അതായത് ലീല എന്ന് പറഞ്ഞ ക്യാരക്ടറിന് മനസ്സിലായി. അമ്മയ്ക്ക് മനസ്സിലായി. എന്നിട്ടും ഈ മകനെ അമ്മ വീണ്ടും സപ്പോർട്ട് ചെയ്ത് വളർത്തുകയാണ്. അപ്പോ ഇതിൽ ഈ ആശയം ഒരു നെഗറ്റീവ് ആയിരിക്കുമോ? അത് മകനെ വളർത്തുന്നതോ? വളർത്തുന്നു. പക്ഷെ അത് മകനാണല്ലോ എന്തായാലും. ഇപ്പൊ അമ്മയുടെ കടമ മകനെ വളർത്തണം എന്നല്ലേ. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് അമ്മ മകനെ വളർത്തുന്നത്. അത് നെഗറ്റിവിറ്റി കാണുന്നത് നെഗറ്റിവിറ്റി കാണാം, പോസിറ്റിവിറ്റി കാണുന്നത് പോസിറ്റിവിറ്റി കാണാം. ഞാൻ ചോദിച്ചത് അതാണ്. അപ്പൊ അത് തെറ്റായ ആശയമായിരിക്കുമോ ഭാവിയിൽ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ തെറ്റ് ആശയമായി അങ്ങനെ തോന്നുന്നവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കറിയില്ല. കാരണം എന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഈ പറഞ്ഞ ക്യാരക്ടർ അങ്ങനെ ചെയ്യേണ്ടത്. കാരണം അവർക്ക് ഇത് മാടനാണെങ്കിലും മനുഷ്യനാണ്, മകനാണ് എന്ന് പറഞ്ഞ തോട്ടുന്നതാണ് അവരെ വളർത്തുന്നത്. അത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്ക്, അത് മുന്നോട്ട് പോകുമ്പോൾ. വളരെ ചോദിച്ചു. അങ്ങനൊരു അമ്മ വീട്ടിലുള്ളതുകൊണ്ടാണ്. അല്ല ഞാൻ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായില്ല. അല്ല, വളരെ വാലിഡ് പോയിന്റ് ആട്ടോ ചോദിച്ചത്. ഉഗ്രൻ ക്വസ്റ്റ്യൻ ആണ്. എനിക്കും തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മുടെ നാട്ടിൽ ക്രൂരമായിട്ടുള്ള ക്രൈം ചെയ്ത് ജയിലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കോടതി കൊണ്ടുപോകാനായിട്ട് നിൽക്കുമ്പോൾ ഏതെങ്കിലും കോർണറിൽ നോക്കിയാൽ അമ്മ ഉണ്ടാവും. അമ്മയ്ക്ക് എന്തൊക്കെ പോലെ സ്വന്തം മോനാണ്. ഹലോ, എൻ്റെ ക്വസ്റ്റ്യൻ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനോടാണ്. പീരീഡുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു, എല്ലാ കാലഘട്ടങ്ങളും കണ്ടു കഴിഞ്ഞു. അതിന് ഡീറ്റെയിൽ ആയിട്ടും അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ടും ഇവിടെ ലൈറ്റായിട്ടും ടച്ച് ചെയ്ത് പോകുന്ന ഫ്ലാഷ് ബാക്സിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ തന്നെ നടക്കുന്ന സ്റ്റോറീസ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വെബ് സീരീസിൽ വന്നു കഴിയുമ്പോൾ അത് ഒരു ചേഞ്ച് കാര്യമാണ്. അതായത് കാളവണ്ടിയിൽ നിന്ന് ചേതൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അംബാസഡർ ഉണ്ട്, അല്ലെങ്കിൽ കറണ്ട് വീട്ടിലേക്ക് വരുന്ന കണക്ഷൻ, അതിൻ്റെ അകത്തൊരു കാട്ടിൻ്റെ അകത്ത് നടക്കുന്ന ഒരു വീട്ടിലുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഇത്രയും വന്നു കഴിയുമ്പോൾ മലയാളം വ്യൂവേഴ്സ് എപ്പോഴും ഇപ്പോൾ കൂടുതൽ ക്രിട്ടിസൈസേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ബഡ്ജറ്റ് ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്ന് തന്നെ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ക്രിട്ടിസൈസേഴ്സിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ എത്രത്തോളം റിസർച്ച് വർക്കുകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഈ കഥ തന്നെ ഒരു ഭയങ്കര ആർട്ടിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻറ്റ് ആയ ഒരു കഥയാണ്. മൊത്തത്തിൽ കാലഘട്ടം ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു പ്ലാൻ ആക്കിയിട്ട് തന്നെയാണ് അത് മുന്നോട്ട് ചെയ്തത്. അപ്പോൾ ആർട്ട് ഡയറക്ടർ റോണി എന്ന് പറഞ്ഞ റോണി രാജൻ എന്നാണ്. അപ്പം പുള്ളിയായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് ഇതിനൊരു കറക്റ്റ് ഒരു ഓർഡർ ഉണ്ടാക്കിയിട്ടാണ് നമ്മളിത് ഷൂട്ടിന് മുന്നേ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തന്നെ പ്ലാൻ ആക്കിയത്. പ്ലോട്ടാണല്ലോ ശരിക്കും. അപ്പോൾ ഫസ്റ്റ് ഐഡിയയിൽ ഇത് സീരീസ് ആയിരുന്നോ സിനിമയായിരുന്നോ, ഏതിൽ തുടങ്ങിയ പിച്ച് ചെയ്തത്? ആദ്യം എന്നെ പ്രൊഡക്ഷൻ ലിറ്റിൽ ബിഗ് ഫിലിംസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, പ്രശോഭ് കൃഷ്ണ എന്ന് പറഞ്ഞ പുള്ളി ഒരു കോലം ഷോർട്ട് ഫിലിം വേണ്ടിയിട്ട് മൂവി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നായിരുന്നു ആദ്യം. ആ സമയത്താണ് C5 ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസിന് ഒരു പ്രൊജക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു സബ്ജക്റ്റ് വേണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. അപ്പോഴാണ് ഈ പറഞ്ഞ ത്രെഡ്, ജസ്റ്റ് ഒരു 1 ലൈൻ ത്രെഡായിരുന്നു. വീട്ടിലൊരു മുത്തശ്ശിയുണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു സാധനമായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ത്രെഡായിരുന്നു. ആ ത്രെഡ് C5ലേക്ക് മെയിൽ അയച്ചു. അപ്പോൾ അവരോട് അപ്രൂവ് ആയിട്ട് അതിലൊരു സീൻ ഓർഡർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് C5 വേണ്ടി തന്നെ പ്ലാനാക്കി ചെയ്തതാണ്. ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു മൊത്തത്തിൽ, ഒരു കുറച്ചും കൂടി വലിപ്പത്തിലോട്ട് മൂവീൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ റിവേഡ് സീരീസിലേക്ക് ഫോർമാറ്റിലേക്ക് മാറ്റിയതാണ്. പിന്നെ ഫസ്റ്റിൽ അങ്ങനെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു. സീരീസ് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ടോ? ഇനി ഇതിൻ്റെയോ അത് ഇനി C5 ഒരു വെച്ചാൽ പറയുന്നു. ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വികൃതമായിട്ടുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് അതാക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ ലീല ചേച്ചിനെ തന്നെ ഉറപ്പിച്ചതിന് കാരണം എന്താണ്? പിന്നെ ഒരു ചോദ്യം കൂടെ, ഇതിൽ ആൽക്കഹോൾ കോൺസെപ്റ്റ് ഇപ്പൊ തുഫാനെതിരെയൊക്കെ നന്നായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ. അപ്പൊ ഇതിൽ ഈ വാർണിംഗ് നോട്ടിഫിക്കേഷൻ ഒരിക്കലും കൊടുത്തിട്ടില്ല. അത് ഈ സ്ക്രീനിൽ കൊടുക്കാത്തതാണോ? പ്രിവ്യൂ ആയതുകൊണ്ടാണോ? ഓക്കെ, ആദ്യമേ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. ലീല ചേച്ചിയിലോട്ട് എങ്ങനെ വന്നു? ലീല ചേച്ചിയിലേക്ക് ലീനാമിന്റെ അടുത്തേക്ക് വന്നത് ആദ്യം ഒരു ഷോർട്ട് ലിസ്റ്റ് നോക്കി. നമ്മൾ ഇത്ര ആർട്ടിസ്റ്റ്, അതിൽ മെയിൻ ക്യാരക്ടറാണ് മുത്തശ്ശി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഒരുപാട് പല സാധനം ചെയ്യാനുണ്ട്. ചുമ്മാ സ്ത്രീയും അല്ല, രക്ഷസാണ്. രക്ഷസനെ പലതരത്തിലുള്ള രക്ഷസ് ഉണ്ടല്ലോ. അപ്പോൾ നോർമലി ഇത് റിയലിസ്റ്റിക് രക്ഷസ് എന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഭയങ്കര ഫാന്റസി കാണിക്കുന്ന രക്ഷസല്ല. അപ്പം അവതരണ രീതി അങ്ങനെ റിയലിസ്റ്റിക് ആയി തന്നെ പോകണം എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ലീലാമ്മയുടെ പൂക്കാലം തൊട്ട് ഇപ്പൊ പറഞ്ഞ സിനിമകളെല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടപ്പം ലീലാമ്മയുടെ സബ്ജക്റ്റ് ലുക്ക് വൈസ് ഒരു നീളം ഷേപ്പുള്ള മുഖമൊക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടറിൽ അപ്പൊ അങ്ങനെ ബെറ്റർ ഓപ്ഷൻ ലീലാമ്മയായിരുന്നു. നമ്മളൊരു കഥ പറഞ്ഞു, ലീലാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു.
പിന്നെ അങ്ങനെ നന്ദു ഇത് കുറച്ചുകൂടെ വികൃതമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. ലീലാമ്മയാണ് ഇത് സമ്മതിക്കാത്തത്. നമ്മൾ ഇങ്ങനെ ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തെ ഇപ്പം ഞാൻ ചേട്ടാ കാണാൻ പറ്റുന്നില്ല, എഴുതിട്ടേക്കും. ഇതിനകത്ത് ഒരു ആക്ടർ എന്ന രീതിയിൽ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞ സമയത്ത് ഈ അമിത് ചെയ്ത ഒരു ക്യാരക്ടർ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഒരു ലൈഫിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തി. അപ്പോൾ ആ ക്യാരക്ടറിനെ ഒരു പക്ഷേ ഈ മുത്തശ്ശി എന്ന് പറയുന്ന ആ ക്യാരക്ടർ ചെറിയ കാലം മുതലേ ഏത് രീതിയിലായിരിക്കും ഈ വ്യക്തിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ക്യാരക്ടർ. ഇങ്ങനെ എനിക്ക് ഭയങ്കര രസമായിട്ട് എനിക്കത് തോന്നി. കാരണം ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റാത്ത പൈസ അത് അവിടെ ഇരിപ്പുണ്ട് ഇവിടെ. കാരണം അത്ര വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സ്ക്രിപ്റ്റിങ്ങിൽ ഇല്ല ആ ക്യാരക്ടറെ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത്. ആ ശ്രദ്ധ എൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല എന്നുള്ള പരാതികളുണ്ട്. ലീലയുടെ കാര്യത്തിൽ അത്രയും ശ്രദ്ധയുണ്ട്. ഒരു അമ്മത്തം എന്ന് പറയുന്നതിനെ ഭയങ്കര രസകരമായിട്ട് ഡീപ്പായിട്ട് വർക്ക് ചെയ്ത് പോയിട്ട് എൻ്റെ കാര്യത്തിൽ അത്ര മുന്നിൽ അല്ലേ? അമിതേട്ടാ, ഇപ്പം നമ്മളിപ്പോൾ മലയാള സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ടന്റിനാണ് പ്രാധാന്യം. അല്ലെങ്കിൽ ഒരു കാലത്ത് താരങ്ങൾക്ക് പ്രാധാന്യം എടുത്തു. ഇന്ന താരത്തിനൊരു ഡേറ്റ് കിട്ടിയാലേ പടം മുന്നോട്ട് കൂടുതൽ മാർക്കറ്റ് ആകൂ എന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മിനിറ്റ്. അപ്പം ഇപ്പോഴത്തെ നമ്മളിപ്പോൾ റീസെന്റ് കാണുന്ന സിനിമ നോക്കുകയാണെങ്കിൽ പുതുമുഖങ്ങളാണ്. പക്ഷെ ആ പുതുമുഖങ്ങൾ കൊണ്ടുവരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അപ്പോൾ ഇറങ്ങിയ ഒരു ഇവരൊക്കെ ഇത്ര നാൾ ഇവിടെ ആയിരുന്നു. ഇത്രയും സിനിമയ്ക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു ഇപ്പോൾ വാഴ ഇറങ്ങിയ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ബാലൻ ഇറങ്ങിയാലും 1-2 താരങ്ങളേ ഉള്ളൂ അറിയപ്പെടുന്നത്. ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ്. അപ്പോൾ എത്രത്തോളം സ്ട്രഗിളിങ് എല്ലാവരും പറയുന്നത് സിനിമയിൽ വരാൻ എളുപ്പമാണ്, നിലനിൽക്കാനാണ് പാടുന്നത്. അപ്പം ചേട്ടൻ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു. അപ്പം കഥാപാത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഒരു ചെറിയ പ്രോസസ് അല്ല. ഇപ്പോഴും സ്ട്രഗിളിങ് ഫേസ് ചെയ്യുന്നുണ്ടോ? അതേ ഉള്ളല്ലോ. ഇപ്പൊ ഞാനൊരു തുറന്നു പറഞ്ഞിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞൊരു 6-7 മാസം ഒരു കുറച്ച് നാളെടുത്ത് ഇപ്പൊ നമ്മളുടെ ജാനേമൻ മുതൽ ജാനേമൻ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആവേശത്തിന് മുമ്പ് നമ്മുടെ ഓജോബോട്ട് സിനിമയുടെ രോമാഞ്ചമാണെങ്കിലും അത് കഴിഞ്ഞിപ്പുറത്തോട്ടല്ല ബ്രദർ, ശരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കാസ്റ്റ് ഒന്ന് ശരിക്കും എടുത്ത് നോക്കിയാൽ റീൽസ് ചെയ്തും പ്രൂവ് ചെയ്ത ആൾക്കാരെയാണ് പിക്ക് ചെയ്തേക്കുന്നത്. ഐ മീൻ ആക്ടേഴ്സ് ആയിട്ട്. അപ്പൊ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ കോൺസെപ്റ്റ് ഉണ്ടാക്കുന്ന പുതുമ എന്നും വേണം മലയാള സിനിമയ്ക്ക്. അല്ലെങ്കിൽ അതൊരു പാക്കേജ് ആയിരിക്കണം. നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് മാർക്കറ്റുള്ള ഇത്ര കോടി ഇവനെ വെച്ച് ചെയ്താൽ ബിസിനസ് കിട്ടും, ഇന്ന ഡയറക്ടർ ഇന്നുണ്ട്, ഇന്ന പ്രൊഡ്യൂസർ ആ പിടിച്ചോ എന്ന് പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറെ കോംപ്രമൈസ് ചെയ്താലും കുഴപ്പമില്ല. ഹോൾ പാക്കേജ് സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഒരു പുതുമയുള്ള സബ്ജക്റ്റ് കൊണ്ട് പുതിയ ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വർക്കാക്കാന്ന് പറഞ്ഞാൽ പിന്നെ റിയലിസ്റ്റിക്കലി കറക്റ്റ് കാസ്റ്റ് ചെയ്യണം, കറക്റ്റ് ടെക്നീഷ്യനെ സെലക്ട് ചെയ്യണം. റിസൾട്ട് ഉണ്ടാക്കാതെ രക്ഷയില്ല. അപ്പൊ താഴോട്ട് ഇറങ്ങും. അതിന് പറ്റിയ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ ഇന്ന് വളരെ എളുപ്പമാണ്. നമ്മുടെ മുമ്പിൽ വെറുതെ റീൽസ് നോക്കിയാൽ തന്നെ നമ്മുടെ ക്യാരക്ടേഴ്സിനെ ചിലപ്പോൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഗണപതി നമ്മുടെ ഇപ്പൊ ബാലനിലാണെങ്കിലും അവരുടെ മുമ്പത്തെ പടങ്ങളിലായാലും കാസ്റ്റിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ കാസ്റ്റിങ്ങിന് ഇമ്പോർട്ടൻസ് എത്രത്തോളം കൊടുക്കുന്നു അത്ര റിസൾട്ട് വരും. അത്രയും റിസൾട്ട് വരുമ്പോൾ ഹോൾ ടീമിനാണ് റിസൾട്ട് കിട്ടുന്നത്. ഈ ഒരു പ്രൊജക്റ്റിന് വളരെ നല്ല റിസൾട്ടും ഒരു അപ്രിസിയേഷനും പുറത്ത് കിട്ടിയാൽ അതിന്റെ റിസൾട്ട് ഈസ് ഗോയിങ് ഫോർ എൻ്റെ ഡയറക്ഷൻ ടീം, ക്യാമറ ടീം. ഒരു വിജയം ഉണ്ടായാൽ മാത്രമാണ് അതിൽ നിന്നുള്ള ആൾക്കാരെ ഒറ്റുനോക്കുള്ളൂ. 5 പടത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ആയിട്ടുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി PR വർക്ക് ചെയ്യാൻ പറ്റണം നമുക്ക്. അതേപോലെ ആൾക്കാരിൽ ഇപ്പൊ കാസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ഈ മുഖം ഓർമ്മയല്ല, ഈ ക്യാരക്ടർ ഓർമ്മയല്ല. അതിനൊന്നില്ലെങ്കിൽ നമ്മൾ ആ സർക്കിളിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇതിന്റെ ഇടയിൽ കൂടി ഇത് എങ്ങനെ നുഴഞ്ഞു കയറുമെന്ന് ഞാൻ ആലോചിച്ചിട്ട് എത്തും പിടികെട്ടുള്ള. അതായത് കൂടുതൽ ഫ്രണ്ട് സർക്കിളിൽ തന്നെ എടുക്കുന്നുള്ള ഒരു പ്രശ്നങ്ങളാണ്. അല്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്താ അറിയോ, അവര് കാസ്റ്റിങ്ങിന് വേണ്ടി എടാ ഇന്ത്യന്റെ ക്യാരക്ടേഴ്സിനെ അടുത്ത ആഴ്ചക്കുള്ളിൽ ഫൈനലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളും മനുഷ്യനാണ്.
അയാളുടെ ചിന്തയിലും പ്രോസസ്സിലും അയാൾ കണ്ടുമറന്നേക്കുന്ന ആൾക്കാരിൽ മുഖം കാണുകയും സാധനം വരികയും എടുക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നില്ലെങ്കിൽ ആ സർക്കിളിൽ ചെന്ന് വീഴണം. സർക്കിൾ വീഴാത്ത അത് എന്റെ കുറ്റം മാത്രമാണ്. കാര്യം എനിക്കിപ്പോ വെള്ളമടിക്കാൻ പറ്റാത്ത ഒരുത്തനാന്ന് പറഞ്ഞ് വെള്ളമടിക്കുന്ന കമ്പനി പോയി ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ കുറ്റമാണത്. എനിക്ക് പുകവലി കമ്പനി ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ പുകവലി കമ്പനിയിൽ പോയി ഇരിക്കാതെ എന്റെ കുറ്റമാണ്. എനിക്ക് സിനിമ കിട്ടാത്തതിന്റെ പൂർണ്ണമായിട്ടുള്ള ആൻസർ ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. എനിക്ക് ഒരു കാസ്റ്റ് ഡയറക്ടറെയും ഒരു ഡയറക്ടറെയും ഒന്നും, കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം പിക് ഫ്രം ദർ സർക്കിൾ പെർഫോം ചെയ്യണമെന്ന് ഉറപ്പ് വേണ്ടേ. കുണ്ട നിർത്തിയിട്ട് പണി പാളിക്ക് കഴിഞ്ഞാൽ തെറിയേക്കും. അപ്പൊ അവര് അവരുടെ സർക്കിളിൽ നിന്ന് കംഫർട്ടിൽ പിടിക്കാൻ പോവാ. അപ്പൊ ഐ ബിലീവ് സ്ട്രഗിൾ ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ പോവാം, വേറെ ആരുടെ. അഖില എന്ന കഥാപാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ താങ്കൾ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രം കുറച്ച് ഡിഫറെന്റ് ആണ്, കുറച്ചുകൂടെ സീരിയസ് മോഡിലാണ്, കുറച്ചുകൂടെ ഇമോഷണലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പം ഇനി നോർമലി ഒരു ഹീറോ ലെവലുള്ള എന്ന് പറയുമ്പോൾ എനിക്ക് ഇച്ചിരൂടെ ഹൈപ്പ് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരൂടെ സ്പേസ് കിട്ടുന്ന ഒരു ഇതാ നോർമലി എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ ലീല എന്ന കഥാപാത്രം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഇനി വരുന്ന കഥാപാത്രങ്ങൾ അതുപോലെ ഒരു കഥാപാത്രങ്ങളായിരിക്കണം, ഓഡിയൻസിലേക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രങ്ങളായിരിക്കണം എന്നുള്ളതുണ്ടോ? അതോ കിട്ടുന്ന കഥാപാത്രം അല്ലെങ്കിൽ നല്ലൊരു ക്രൂ അങ്ങനെ ഒരു ഇതാണോ? എന്റെ ഡിസിഷൻ ആണോ ചോദിക്കുന്നത്? എനിക്ക് എന്താ പറയാ, ഇനിയിപ്പോ ഇറങ്ങാനുള്ളത് എനിക്കിപ്പോ 3 പടം ഇറങ്ങാനുണ്ട്. അപ്പൊ അതില് 2 ലീഡ് റോളാണ്, 1 ക്യാരക്ടർ റോളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലീഡ് റോള് മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. അതായത് എനിക്ക് പെർഫോം ചെയ്യാൻ എന്താണോ ഉള്ളത് അത് നോക്കിയിട്ടാണ് ഞാൻ ഇതുവരെയും ചൂസ് ചെയ്തോണ്ടിരുന്നത്. ലൈക്ക് ഞാനിപ്പോ എനിക്ക് ഇപ്പൊ സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ജഡ്ജ്മെന്റ് ഉണ്ടാവാറില്ല ഇടയ്ക്ക്. അപ്പൊ ഞാൻ ചിലപ്പോ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് അങ്ങനെ ആരെ കൊണ്ടെങ്കിലും ഒരു മിനിമം ഒരു 3 പേരെ കൊണ്ട് ഞാൻ വായിപ്പിക്കും. എന്നിട്ട് എല്ലാവരുടെയും ഡിസിഷൻ അല്ലെങ്കിൽ അവരെന്താണ് അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കും. അപ്പോൾ ഇവരെല്ലാവരും എന്നോട് പറയുന്നത് തന്നെയാണ്, നിനക്ക് എന്താണോ പെർഫോം ചെയ്യാനുള്ളത് നോക്കുക, നിന്റെ കാര്യം നീ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് നീ ചെയ്യുക, അത്രയും. അല്ലാതെ ഇനി വരുന്ന പടത്തിൽ ലീഡ് ഒരു ഇതിൽ ലീഡ് ചെയ്തെന്ന് വെച്ചാൽ അടുത്തതിൽ ലീഡ് മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെ ഇല്ല. അപ്പോൾ താങ്ക് യു.